ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരിളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇളനീറിൻ്റെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ക്ലാസി പുഡിങ്ങാണ്. ഇളനീറൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 ചേരുവകളെ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. നമുക്കിതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈമൊന്നും വേണ്ട. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ കുറഞ്ഞ ചേരുവകളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 10 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഇളനീറിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ സാധാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇളനീറിൻ്റെ വെള്ളമാണ് ഞാൻ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇളനീറിൻ്റെ വെള്ളം ഇത്രയ്ക്ക് ഇല്ലെങ്കിൽ ചൈന ഗ്രാസ് നിങ്ങൾക്ക് സാധാ വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇളനീറിൻ്റെ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും ഇളനീറിൻ്റെ വെള്ളം തന്നെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് 2.5 കപ്പ് ഇളനീറിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലോണം തിളച്ച് വരെയും വേണ്ട, ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ചൂടാക്കി ഇട്ടാൽ മതി. അതേ സമയം തന്നെ ഞാനവിടെ ജലാറ്റിനും ചൈന ഗ്രാസും കൂടി ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ല രീതിയിലൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ചൈന ഗ്രാസ് ആദ്യം തന്നെ മെൽറ്റാക്കി വെക്കരുത്, പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഇനി ഞാനിതിലേക്ക് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇളനീറിൻ്റെ വെള്ളത്തിന് മധുരം അനുസരിച്ചിട്ട് ബാക്കി മധുരം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാൻ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ഒരു ചെറിയ ചൂടൊക്കെ വേണം, അതുകൊണ്ട് സ്റ്റീം കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. നല്ല ഒന്ന് തിളവരെയൊന്നും വേണ്ട, നല്ല രീതിയിലൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നമ്മൾ ഇളനീറിൻ്റെ വെള്ളം നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി കിട്ടിയാൽ മാത്രം മതി. എനിക്ക് ആ 1/4 കപ്പിൽ പഞ്ചസാര ഞാൻ ഫസ്റ്റ് ടൈം ചേർത്ത് കൊടുത്ത ആ പഞ്ചസാര എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ഇളനീറിൻ്റെ പൾപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. അതും കൂടി നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ആ പൾപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ല, ഇളനീറിൻ്റെ വെള്ളം മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പൂള് നല്ല നേരിയ രീതിയിലൊന്ന് മുറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പുഡിംഗ് ട്രേയിലൊന്ന് നിരത്തി കൊടുത്താൽ മതി. ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. മെൽറ്റാകാത്ത ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ ആ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പ ഉപയോഗിച്ചിട്ടുള്ളത്.
ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ മെൽറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് പുറത്ത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കാൻ പറ്റൂ. ഇതിൻ്റെ തണുപ്പൊക്കെ മാറുമ്പോൾ തന്നെ പുറത്ത് വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് സെറ്റായി വന്നോളും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. പുഡിങ് നമ്മൾ ഏത് കഴിക്കുമ്പോഴും നല്ല രീതിയിലൊന്ന് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പം ഞാനിവിടെ തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിറ്റേന്ന് എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസി ടെക്സ്ചറിലാണ് ഉള്ളത്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. മോനെ ഇടയ്ക്ക് വന്ന് ഒന്ന് തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. നല്ലൊരു ഗ്ലാസ് ടെക്സ്ചറിലാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി ഉടനെ വരാം. താങ്ക് യു.